ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഷെയർ മാർക്കറ്റിനെ പറ്റി പഠിക്കുന്നതിനായിട്ട് ഒരു 100 ഡേയ്സ് ലേണിംഗ് പ്രോഗ്രാമുമായിട്ടാണ് വന്നിരിക്കുന്നത്. 100 ഡേയ്സ് ലേണിംഗ് പ്രോഗ്രാമിൻ്റെ ആദ്യത്തെ ദിവസമാണിന്ന്, ഡേ 1 ആണിന്ന്. പ്രധാനമായും ഇങ്ങനെയൊരു പ്രോഗ്രാം ഞാൻ പ്ലാൻ ചെയ്യുന്നതിന് കാരണം 2020 ധാരാളം ആൾക്കാർ ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാനും ട്രേഡ് ചെയ്യാനും തുടങ്ങിയിരിക്കുന്നു. വളരെ പെട്ടെന്ന് തന്നെ പണം സമ്പാദിക്കാം എന്നുള്ള ഒരു ഉദ്ദേശം ലഭിച്ചാൽ തീർച്ചയായും നഷ്ടം മാത്രമാണ് ഉണ്ടാവുക. അതുപോലെ തന്നെ ഇന്ന് ധാരാളം യൂട്യൂബ് ചാനലുകളും ധാരാളം കോഴ്സുകളും ഓൺലൈനിൽ ലഭ്യമാണ്. എങ്കിൽ പോലും ഒരു സീറോ ലെവലിൽ നിന്നും ഒരു ഹീറോ ലെവൽ വരെയുള്ള പടിപടിയായുള്ള അറിവുകൾ ആരും തന്നെ പറഞ്ഞു തരുന്നില്ല. പല യൂട്യൂബ് ചാനലുകളും സ്റ്റോക്ക് സജഷനുകൾ തരിക മാത്രമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ ഒരു 100 ഡേയ്സ് ലേണിംഗ് പ്രോഗ്രാം പ്ലാൻ ചെയ്യുന്നതിൻ്റെ പ്രധാന കാരണം. ആദ്യം തന്നെ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് എന്താണ് എന്ന് നോക്കാം. കമ്പനിയുടെ ഷെയർസ് വാങ്ങുന്നതിനും വിൽക്കുന്നതിനും വേണ്ടി, കമ്പനിയുടെ ഷെയർസ് കൈമാറ്റം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലമാണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത്. ഈ ഷെയർസ് ഇലക്ട്രോണിക് ഫോർമാറ്റിൽ നിങ്ങളുടെ ഡിമാറ്റ് അക്കൗണ്ടിലായിരിക്കും ക്രെഡിറ്റ് ആവുക. നിങ്ങൾ വരും ദിവസങ്ങളിൽ ഡിമാറ്റ് അക്കൗണ്ട് എന്താണ്, അതുപോലെ തന്നെ ഡിമാറ്റ് അക്കൗണ്ട് എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് നമുക്ക് ആവശ്യമായിട്ട് വരിക എന്നുള്ളതും, അതുപോലെ തന്നെ ഡിമാറ്റ് അക്കൗണ്ട് എവിടെ നിന്നാണ് നമ്മൾ എടുക്കാൻ സാധിക്കുക എന്നുള്ളതും നമുക്ക് വരും ദിവസങ്ങളിൽ പഠിക്കാം. സ്റ്റോക്ക് മാർക്കറ്റിൽ 2 ഭാഗങ്ങളാണുള്ളത്. അതിനെ ആദ്യത്തേന് പ്രൈമറി മാർക്കറ്റ് എന്നും രണ്ടാമത്തേന് സെക്കൻഡറി മാർക്കറ്റ് എന്നും പറയുന്നു. പ്രൈമറി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയുടെ ഷെയർസ് ആദ്യമായിട്ട് പബ്ലിക്കിന് വിൽക്കുന്നത് പ്രൈമറി മാർക്കറ്റ് വഴിയാണ്. അതിനെ പലരും കേട്ടിട്ടുണ്ടാവും, IPO എന്നൊക്കെ പലരും കേട്ടിട്ടുണ്ടാകും. IPOയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഇനിഷ്യൽ പബ്ലിക് ഓഫറിംഗ് എന്നാണ്. എന്താണ് IPO എന്നും എങ്ങനെയാണ് IPO അപ്ലൈ ചെയ്യേണ്ടതെന്നും നമുക്ക് വരും ദിവസങ്ങളിൽ പഠിക്കാം. അതുപോലെ സെക്കൻഡറി മാർക്കറ്റ്, രണ്ടാമത്തെ ടൈപ്പാണ് സെക്കൻഡറി മാർക്കറ്റ്. സെക്കൻഡറി മാർക്കറ്റ് മറ്റൊന്നുമല്ല, സ്റ്റോക്ക് മാർക്കറ്റിനെ തന്നെയാണ് സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. തീർച്ചയായിട്ടും സ്റ്റോക്ക് മാർക്കറ്റിൽ ഇറങ്ങുന്നതിന് മുമ്പ് വ്യക്തമായിട്ട് പഠിച്ചതിന് ശേഷം മാത്രമേ ഇറങ്ങാവുള്ളൂ. അല്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നഷ്ടമുണ്ടാകും എന്നുള്ളതിൽ യാതൊരു ഡൗട്ടുമില്ല. എപ്പോഴും ചിന്തിക്കുക, ലേണിംഗ് ഈസ് ദ ബെസ്റ്റ് ഏണിംഗ്. ഓക്കെ, താങ്ക് യു, ബൈ, സീ യു.